നമസ്കാരം. കുട്ടികൾക്ക് പഠിക്കാൻ ഉപയോഗിക്കുന്ന ടീച്ച്മിൻ്റ് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് കുട്ടികൾക്ക് ശരിയായ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അതിനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്ന് ടീച്ച്മിൻ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അതിനായിട്ട് പ്ലേ സ്റ്റോറിൽ പോവുക, അതിൽ ടീച്ച്മിൻ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ടീച്ച്മിൻ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണും. അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ എൻ്റെ ഫോണിൽ ഇപ്പോൾ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് ഓപ്പൺ എന്നുള്ള ഓപ്ഷനാണ് കാണുക. അവിടെ അതിന് പകരം പുതുതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നവർക്ക് അവിടെ ഓപ്പൺ എന്നുള്ളതിന് പകരം ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷനാണ് കാണിക്കുക. അത് ഇൻസ്റ്റാൾ ചെയ്ത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഫോണിൽ ടീച്ച്മിൻ്റ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ കാണും. അത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇനി വരുന്ന പോലെയുള്ള ഒരു മെനുവാണ് വരിക. ടീച്ച്മിൻ്റ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ അതിൽ ആദ്യം നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ എൻ്റർ ചെയ്യാൻ വേണ്ടി ചോദിക്കും. ആ ഭാഗത്ത് +91 എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ഫോൺ നമ്പർ, കുട്ടികളുടെ ഫോൺ നമ്പർ ഏതാണെന്ന് വെച്ചാൽ അത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴെ സെൻഡ് OTP എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സെൻഡ് OTP എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു OTP നിങ്ങളുടെ ഫോണിലേക്ക് വരും. ആറക്ക OTP ആ OTP അടിച്ചു കൊടുക്കേണ്ട സ്ഥലത്തേക്ക് അടിച്ചു കൊടുക്കുക. അപ്പോൾ അത് അടിച്ചു കൊടുത്തു കഴിയുമ്പോഴേക്കും അടുത്ത ഒരു ഓപ്ഷൻ, ഭാഷ സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഫോണിൻ്റെ മെനുവിലേക്ക് വരും. അപ്പോൾ നമ്മൾ OTP ഓരോന്നായിട്ട് ഇവിടെ അടിക്കുകയാണ്. എന്നിട്ട് കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടൺ നമ്മൾ അമർത്തുന്നു. OTP അടിച്ചതിന് ശേഷം കണ്ടിന്യൂ ബട്ടൺ അമർത്തുന്നു. അപ്പോൾ നമുക്ക് ടെൽ us about you എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ രണ്ട് ഓപ്ഷനാണുള്ളത്, ടീച്ചർ എന്നും സ്റ്റുഡൻ്റ് എന്നും. കുട്ടികൾ തിരഞ്ഞെടുക്കേണ്ടത് സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ താഴെ പേര് ചോദിക്കുന്നിടത്ത് കുട്ടിയുടെ പേര് പൂർണ്ണമായിട്ട് അടിച്ചു കൊടുക്കുക. കുട്ടിയുടെ പേര് ഏതാണോ കുട്ടിയുടെ പേരെന്ന് വെച്ചാൽ അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു പേര് തൽക്കാലം ഞാൻ ഒരു ആവശ്യത്തിന് വെറുതെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമായിട്ടൊരു പേര് വെറുതെ ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ താഴോട്ട് പോവുകയാണെങ്കിൽ കണ്ടിന്യൂ എന്ന് പറയുന്ന ഒരു ബട്ടൺ നമുക്ക് കാണാം ഏറ്റവും അടിയിൽ. ആ കണ്ടിന്യൂ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളോട് ചോദിക്കുക എൻ്റർ ക്ലാസ് റൂം ID എന്നുള്ളതാണ്. എൻ്റർ ക്ലാസ് റൂം ID എന്ന് പറയുന്ന ഭാഗത്ത് ക്ലാസ് റൂമിൻ്റെ ലിങ്ക് അധ്യാപകൻ അയച്ചു കൊടുത്തതിൽ ഒരു ക്ലാസ് റൂം ID എന്ന് പറയുന്ന നമ്പർ കാണാം. ആ നമ്പർ അവിടെ അടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു ക്ലാസ് റൂമിൻ്റെ ID ഞാനിവിടെ അടിച്ചു കൊടുക്കുകയാണ്. കുട്ടിക്ക് ലഭിച്ച ഒരു ക്ലാസ് റൂമിൻ്റെ ID ഇവിടെ അടിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ടീച്ചർ ആ കുട്ടിയുടെ അപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴേക്കും, ആ ക്ലാസ്സിലേക്ക് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ ക്ലാസ് റൂമിലേക്ക് കുട്ടിക്ക് കയറാൻ പറ്റുക. അപ്രൂവൽ പെൻഡിങ് എന്നാണ് അതുവരെ ഉണ്ടാവുക. ക്ലാസ്സിൻ്റെ അടിയിൽ അപ്രൂവൽ പെൻഡിങ് എന്ന് കാണിക്കുന്നുണ്ടാവും. ടീച്ചർ അത് അപ്രൂവ് ചെയ്യുമ്പോൾ ക്ലാസ് ടീച്ചർ അവരുടെ ഫോണിൽ നിന്ന് ടീച്ചറുടെ ലോഗിനിൽ കയറിയതിന് ശേഷം അത് അപ്രൂവ് ചെയ്ത് കഴിയുമ്പോൾ ഈ അപ്രൂവൽ പെൻഡിങ് എന്നുള്ളത് മാറുകയും കുട്ടിക്ക് ക്ലാസ് റൂമിലേക്ക് കയറാൻ പറ്റുകയും ചെയ്യും. അതിനുശേഷമാണ് അതിലെ വിവിധ ഓപ്ഷൻസ് കുട്ടിക്ക് ഉപയോഗിക്കാൻ പറ്റുക. ആ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാനും അതിലെ ലൈവ് ക്ലാസ്സുകൾ പങ്കെടുക്കാനും അതിനുശേഷമാണ് കഴിയുക. നമ്മളതിൽ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ആ ക്ലാസ് റൂം നമുക്കവിടെ കാണാം. ഇനി ഈ ക്ലാസ് റൂമിൻ്റെ ഉള്ളിൽ കയറിയിട്ടാണ് കുട്ടി ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ ആ ക്ലാസ് റൂമിനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കാണുന്ന കുറേ ഓപ്ഷൻസ് നമുക്ക് കാണും. അതിൽ സമ്മറി, റെക്കോർഡിങ്സ്, അതുപോലെ ടെസ്റ്റുകൾ, സ്റ്റുഡൻറ്റ്, ചാറ്റ്, അതിൻ്റെ അപ്പുറത്തേക്ക് നോട്ടീസ് ബോർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. താഴെ അറ്റൻഡൻസ് എന്നും ടീച്ചറുടെ ഡീറ്റെയിൽസും എല്ലാം കാണാം. അതിൻ്റെ ഏറ്റവും അടിയിലുള്ള ചുവന്ന ബട്ടണിൽ കാണുന്ന ജോയിൻ ലൈവ് എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് കുട്ടി ക്ലാസ്സിൽ പങ്കെടുക്കേണ്ടത്. ടൈം ടേബിൾ അവിടെ നമുക്ക് വേണമെങ്കിൽ ടീച്ചർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കുട്ടിക്ക് കാണും. ഇതിലെ ഏറ്റവും താഴെയുള്ള ജോയിൻ ലൈവ് എന്ന് പറയുന്ന ഭാഗമാണ് ഏറ്റവും പ്രധാനം. ക്ലാസ് പറയുന്ന സമയത്ത് കുട്ടി അതിൽ ക്ലിക്ക് ചെയ്ത് പെർമിഷൻസ് അലൗ ചെയ്തതിന് ശേഷം വീഡിയോയ്ക്കും ഓഡിയോയ്ക്കൊക്കെയുള്ള പെർമിഷൻസ് അലൗ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ കാണുന്ന വിൻഡോയിൽ വീഡിയോയും ഓഡിയോയും ഓണാണെങ്കിൽ അവിടെ കുട്ടിയുടെ ചിത്രം, കുട്ടിയുടേതും അതുപോലെ അതിൽ പങ്കെടുക്കുന്നവരുടെയൊക്കെ ചിത്രങ്ങളും ഓഡിയോ പറയുന്നുണ്ടെങ്കിൽ മൈക്കിൻ്റെ സിമ്പിളൊക്കെ അവിടെ കാണും. അപ്പോൾ ഈ ഓഡിയോയും വീഡിയോയും സിമ്പിൾ കാണുന്നില്ലെങ്കിൽ ജസ്റ്റ് സ്ക്രീനിലൊന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ അടിവശത്ത് അത് വിസിബിളായിട്ട് വരും. പിന്നെ നമ്മൾ മുകളിൽ എൻഡ് ബട്ടണാണുള്ളത്. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ എൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ആവശ്യത്തിന് പറയേണ്ടി വരുമ്പോൾ താഴെയുള്ള മൈക്ക് ബട്ടൺ ഉപയോഗിച്ച് മൈക്ക് ബട്ടൺ ഓണാക്കിയതിന് ശേഷം പറയാം. വീഡിയോ കാണണമെങ്കിൽ വീഡിയോയുടെ ബട്ടണും ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള ക്ലാസ്സിൻ്റെ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ അതേ ക്ലാസ്സിൻ്റെ റെക്കോർഡിങ്സ് ടീച്ചർ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഈ റെക്കോർഡിങ്സ് എന്ന സെഷൻ്റെ താഴെ അവിടെ
ക്ലാസ്സിൻ്റെ വീഡിയോ അവിടെ ഉണ്ടാവും. ടീച്ചർ റെക്കോർഡ് ചെയ്ത് അവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ആ വീഡിയോസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണും. അതിൽ ക്ലിക്ക് ചെയ്ത് കുട്ടിക്ക് വീണ്ടും ആ വീഡിയോ കാണാൻ പറ്റുന്നതാണ്. പിന്നെയുള്ളത് അതിൻ്റെ അപ്പുറത്തേക്ക് നോട്ടീസ് ബോർഡ് എന്നും അതുപോലെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് എന്നും ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റഡി മെറ്റീരിയൽസിൽ ഡോക്യുമെൻ്റ് അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോകൾ അതിൻ്റെയൊക്കെ ലിങ്ക് ടീച്ചർ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ കാണാം. പിന്നെ ഇനി നമുക്ക് ഒരു ക്ലാസ് അല്ല, സയൻസിൻ്റെ ക്ലാസ് കഴിഞ്ഞു, ഇനി സോഷ്യലിൻ്റെ ക്ലാസ്സിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ വേറെ ക്ലാസ് റൂമിൽ എൻ്റർ ചെയ്യണം. അതിന് എൻറോൾ ക്ലാസ് റൂം എന്ന് പറഞ്ഞ മെനുവിൽ, ഇതിൻ്റെ തൊട്ട് മുമ്പിൽ നമ്മൾ വന്ന അതേ മെനുവിൽ ഒരു പ്ലസ് സിമ്പിൾ ഇട്ടിട്ട് എൻറോൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. നീലാക്ഷരത്തിൽ നമുക്ക് കാണാം. ആ എൻറോൾ ക്ലാസ് റൂം എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ഏറ്റവും അടിയിൽ ക്ലാസ് റൂംസ് എന്നും അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലാസ് റൂംസ് എന്നതിൽ എൻറോൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് വീണ്ടും നമുക്ക് ജോയിൻ ചെയ്യേണ്ടുന്ന ക്ലാസ് റൂമിൻ്റെ ID ചോദിക്കും. അപ്പോൾ ആ സോഷ്യലിൻ്റെ ടീച്ചർ അയച്ചു കൊടുക്കുന്ന ID ഉപയോഗിച്ചിട്ട് ആ ക്ലാസ് റൂമിൽ ജോയിൻ ചെയ്യാം. ഒരു പ്രാവശ്യം ജോയിൻ ചെയ്താൽ വീണ്ടും നമ്മൾ അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ മീറ്റിലെ പോലെ വീണ്ടും ലിങ്കിനായിട്ട് കാത്തിരിക്കേണ്ട. ഈ ക്ലാസ് റൂമിൽ കയറി ജോയിൻ ലൈവ് അമർത്തിയാൽ മതി. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.